പാതിവില തട്ടിപ്പിൽ ഉന്നതരെ കുടുക്കി പ്രതി അനന്തകൃഷ്ണന്റെ മൊഴി. തെരഞ്ഞെടുപ്പ് ഫണ്ടിനായി 45 ലക്ഷം രൂപ വാങ്ങിയ UDF MP 15 ലക്ഷം രൂപ മാത്രമാണ് പാർട്ടി ഫണ്ടിലേക്ക് നൽകിയതെന്നാണ് മൊഴി. CPIM നേതാവിന് 25 ലക്ഷം രൂപ നൽകിയത് തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് വഴിയാണെന്നും അനന്തകൃഷ്ണൻ മൊഴി നൽകി. എറണാകുളം ജില്ലയിലെ UDF MLA 7 ലക്ഷം രൂപ കയ്യിൽ വാങ്ങിയെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് 5 ലക്ഷം രൂപ വായ്പ വാങ്ങിയെന്നും അനന്തകൃഷ്ണൻ പോലീസിനോട് പറഞ്ഞു. പ്രതി അനന്തകൃഷ്ണനെ ഇന്ന് മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കുമെന്ന് ശ്യാംകുമാർ വിവരങ്ങളുമായി ചെയ്യുന്നു. ശ്യാം, ആർക്കും ഞങ്ങൾ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞൊഴിവാക്കാൻ കഴിയാത്ത രീതിയിൽ വളരെ കൃത്യമായി പഠിച്ച കള്ളൻ കൃത്യമായി ആർക്കൊക്കെ ഏത് അക്കൗണ്ടിൽ കൂടി എത്ര രൂപ നൽകിയെന്ന് അക്കൗണ്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുടുങ്ങുന്ന രാഷ്ട്രീയക്കാരൊക്കെ കുടുങ്ങട്ടെ എന്ന മാനസികാവസ്ഥയിലേക്ക് കസ്റ്റഡിയിലുള്ള അനന്തു എത്തിയോ ശ്യാം? ഹാഷ്മി, ഇന്നലെ വൈകുന്നേരം ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഈ അനന്തു കൃഷ്ണനെ കൊണ്ടുപോകുമ്പോഴാണ് തെളിവെടുപ്പിന് കൊണ്ടുവന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് അയാൾ പറഞ്ഞത്, വൻകിട രാഷ്ട്രീയക്കാരൊക്കെ കുടുങ്ങട്ടെ, എന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയവരെ ആരെയും ഞാൻ സംരക്ഷിക്കില്ല എന്ന് അയാൾ തന്നെ പറഞ്ഞത്. അതിനുശേഷമാണ് ഓരോരുത്തരുടെയും കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ നിന്ന് അപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസുകാരോട് പറയുകയും അതിന്റെ തെളിവുകൾ അത് സൂക്ഷിച്ചിരുന്നത് ക്ലൗഡ് സ്റ്റോറേജിലാണ്, അതിന്റെ പാസ്വേഡ് ഉൾപ്പെടെ നൽകുകയും ചെയ്തത്. നേരത്തെ നമ്മൾ പറഞ്ഞ CPIM നേതാവ് 25 ലക്ഷം രൂപ താനും വാങ്ങിയിട്ടില്ല, പറഞ്ഞ ആർക്കും നൽകിയിട്ടുമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സഹകരണ ബാങ്കിലേക്ക് ആ പണം നൽകിയതിന്റെ രസീത് ഉൾപ്പെടെ പോലീസിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് പുറമെയാണ് ഒരു UDF MP, ആ MPക്ക് മൊത്തം 45 ലക്ഷം രൂപ നൽകിയതിൽ 15 ലക്ഷമാണ് ആകെ തെരഞ്ഞെടുപ്പിന് ചെലവഴിച്ചത്. ബാക്കി 30 ലക്ഷം രൂപ അയാൾ സ്വന്തം ആവശ്യത്തിന് എടുത്തു എന്നും പറഞ്ഞത് ഈ തട്ടിപ്പുകാരൻ തന്നെയാണ്. മറ്റൊരു UDF MPക്ക് 10 ലക്ഷം രൂപയ്ക്ക് അടുത്ത് തെരഞ്ഞെടുപ്പിന് പണമായി നൽകിയിരുന്നു. ഈ പണമൊക്കെ നൽകാൻ ഇടനില നിന്ന യൂത്ത് കോൺഗ്രസിന്റെ മൂവാറ്റുപുഴയിലുള്ള ഒരു യുവ നേതാവ് 5 ലക്ഷം രൂപയാണ് അനന്തകൃഷ്ണന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതെന്നും അനന്തകൃഷ്ണൻ മൊഴി നൽകിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ തെളിവുകൾ, ശബ്ദരേഖകൾ, വാട്സാപ്പ് സന്ദേശങ്ങൾ, ബാങ്കിംഗ് ഇടപാടുകളുടെ രേഖകൾ, അങ്ങനെ എല്ലാം അനന്തകൃഷ്ണൻ ശേഖരിച്ചു വെക്കുകയും അത് പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇതിലും വലിയ ചില പേരുകൾ പുറത്തു വരും എന്നുള്ള സൂചനയും വരുന്നുണ്ട്. ഈ എറണാകുളത്ത് തന്നെയുള്ള ഒരു MLA ഈ ഇത്തരം സാഹചര്യങ്ങളിൽ പിടിക്കപ്പെടുമെന്നത് ഒഴിവാക്കാൻ കാരണം 7 ലക്ഷം രൂപ ക്യാഷ് ആയിട്ടാണ് കയ്യിൽ വാങ്ങിയത്, അതിന്റെ ശബ്ദരേഖയും ഉണ്ട് എന്നുള്ളതാണ് അനന്തകൃഷ്ണൻ മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉപ്പ് നിന്നവരൊക്കെ വെള്ളം കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ തട്ടിപ്പുകാരൻ കൊണ്ടുപോയതെല്ലാം പാവപ്പെട്ടവരുടെ പണമാണ്. അതിൽ നിന്ന് വിഹിതം വാങ്ങിയ ഓരോരുത്തരുടെയും പേരുകളാണ് പുറത്തു വരുന്നത്. ആ പേരുകൾ പോലീസിന് കോടതി വരെ എത്തിക്കുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഇയാൾ ഇടുക്കിയിൽ തന്നെ പണ്ടേയുള്ള തട്ടിപ്പുകാരനാണ് എന്ന് അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കൊക്കെ അറിയാം. ഇയാളിങ്ങനെ കോടീശ്വരനാവുന്നത് എങ്ങനെയാണെന്നും ഈ നേതാക്കൾക്കൊന്നും അറിയാത്തതല്ല. നാട്ടുകാരുടെ പണമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ നേതാക്കൾ വാങ്ങിയതാണെങ്കിൽ ആ രാഷ്ട്രീയ നേതാക്കളും ഇയാളുടെ ഈ കള്ളക്കച്ചവടത്തിന് കൂട്ടുനിന്നവരാണ് ശ്യാംകുമാർ. സ്വാഭാവികമായിട്ടും, കാരണം ഇടതു പാർട്ടികളുടെ ഒരു പൊതു സ്വഭാവം തന്നെ ഒരാളിൽ നിന്ന് സംഭാവന വാങ്ങുമ്പോൾ അയാളുടെ പൂർവ്വചരിത്രമൊക്കെ താഴെത്തട്ടുള്ള കമ്മിറ്റികൾ പരിശോധിച്ച ശേഷമാണ് അയാളുടെ നിന്നും സംഭാവനയാണെങ്കിൽ പോലും അത് വാങ്ങാവോ ഇല്ലയോ എന്നൊക്കെ തീരുമാനമെടുക്കുന്നത്. ഇവിടെ മുൻപ് ഒരു തവണ തട്ടിപ്പ് കേസിൽ ജയിലിൽ പോവുകയും നാട്ടുകാരെ മുഴുവൻ പറ്റിക്കുകയും ചെയ്ത ഒരാളെ ആ നാട്ടിൽ മുഴുവൻ അറിയാം. എന്നിട്ടും അയാളുടെ കയ്യിൽ നിന്ന് വലിയ തുക സംഭാവനയായി വാങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഒരു അസ്വാഭാവികതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇടപാടിൽ കൂടുതൽ പണം കൂടുതൽ നേതാക്കളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള സംശയം തന്നെയാണ് ഉയരുന്നത്. ഇപ്പോൾ ഈ തട്ടിപ്പുകാരൻ പോലീസിന് നൽകിയ മൊഴിയിലും ഇക്കാര്യങ്ങൾ തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റ് UDFന്റെ ജനപ്രതിനിധികളാണെങ്കിലും ഇയാളുമായി വലിയ ബന്ധം പുലർത്തിയിരുന്നു. ഇയാൾ നൽകുന്ന ഒരു മൊഴി പ്രകാരം നാട്ടുകാരിൽ നിന്നും പിരിച്ച പണമാണ് തനിക്കൊരു തട്ടിപ്പ് കേസിൽ മറയാകുന്നതിന് വേണ്ടി ഈ ജനപ്രതിനിധികൾക്ക് ഉൾപ്പെടെ നൽകിയതെന്നും പറയുന്നുണ്ട്. സ്വാഭാവികമായും പേരുകൾ ഇപ്പോൾ നമുക്ക് നിയമപരമായ ചില പ്രശ്നങ്ങളുള്ളതിനാൽ പുറത്തു പറയാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ പോലീസ് ഈ ശേഖരിച്ച തെളിവുകൾ കോടതിയിൽ കുറ്റപത്രത്തിന്റെ രൂപത്തിൽ എത്തുമ്പോൾ അതിൽ ഒരുപക്ഷെ ഈ തട്ടിപ്പുകാരന്റെ കയ്യിൽ നിന്ന് വിഹിതം വാങ്ങിയ